അധ്യാപികയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി പാലക്കാട് ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സഹപാഠി ക്ലാസ് ടീച്ചർ ആശ ക്ലാസ് മുറിയിൽ വെച്ച് സൈബർ സെല്ലിനെ വിളിച്ചിരുന്നു. ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പിഴ നൽകേണ്ടി വരുമെന്നും അർജുനെ ഭീഷണിപ്പെടുത്തി. ഈ സംഭവത്തിന് ശേഷം അർജുൻ അസ്വസ്ഥനായിരുന്നു. മരിക്കുമെന്ന് തന്നോട് അർജുൻ പറഞ്ഞിരുന്നുവെന്നും സഹപാഠി മീഡിയ വണ്ണോട് പറഞ്ഞു. ഉച്ചക്ക് ഓഫീസ് റൂമിലേക്ക് വിളിച്ചു, എന്താ അറിയില്ല. ഓഫീസ് റൂമിലേക്ക് വിളിച്ചിട്ട് അവനെ അവിടെ നിന്ന് തല്ലി. ആ ലിസി ടീച്ചറും എച്ച്മായ ലിസി ടീച്ചറും ആശ ടീച്ചറും കൂടി സൈബർ സെല്ലിൽ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ എന്റെ ക്ലാസ്സിൽ ഫോണിൽ വിളിച്ചു. അതിൽ ഒരു വർഷം തടവിലാവും, 50,000 25,000 രൂപ പിഴ കെട്ടേണ്ടി വരും പറഞ്ഞു. അതോടെ അവന്റെ മൈൻഡ് കഴിഞ്ഞു പോയി. അവൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അവൻ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയത്, ഇങ്ങനെ ഞാൻ മരിക്കും, പോകുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഇത് ലാസ്റ്റാണ്, ഞാൻ എനിക്കൊരു ഫോൺ പറഞ്ഞു, ഇത് ലാസ്റ്റാണ് ശരി പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയത്. ഈ നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, സങ്കടം തോന്നുന്നു ആ കുഞ്ഞ് പറയുന്നത് കേട്ടിട്ട്. അതായത് പേടിപ്പിക്കാനായിരിക്കും ഒരുപക്ഷെ അധ്യാപകർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. സൈബർ സെല്ലിൽ വിളിച്ചുവെന്നും ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും പിഴയുണ്ടാവുമെന്നും ഒക്കെ പറഞ്ഞത്. പക്ഷേ ഒരു കുഞ്ഞിനോട് അങ്ങനെ പറയുമ്പോൾ അവർ ശ്രദ്ധിക്കണമായിരുന്നു. അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും, ഇല്ലെങ്കിൽ ആത്മഹത്യ എന്നതിലേക്കൊക്കെ ചിന്തിക്കാൻ മാത്രം എത്തിക്കുന്ന എന്ത് സംഭവമായിരുന്നു ആ ഇൻസ്റ്റാഗ്രാമിലും ഇല്ലെങ്കിൽ ഈ ടീച്ചർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് ഈ കുഞ്ഞ് അന്നുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അതായത് സഹപാഠി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ അർജുൻ നേരത്തെ തന്നെ ചില മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനിടെയാണ് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ മറ്റു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇവരെ ഭയപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. സൈബർ സെല്ലിനെ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് തന്നെ വിളിക്കുകയും ഇത്തരത്തിലൊക്കെ സന്ദേശങ്ങൾ അയച്ചാൽ അത് വലിയ ശിക്ഷാ നടപടികൾക്ക് കാരണമാകുമെന്നും കുട്ടികളോട് പറയുകയും ചെയ്തു. ഇതോടുകൂടി അർജുൻ വലിയ രീതിയിൽ അസ്വസ്ഥനാവുകയായിരുന്നു. പിന്നീട് അന്ന് വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ സഹപാഠിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുൾപ്പെടെയാണ് അർജുൻ ഇവിടെ നിന്നും തിരികെ പോവുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 2 ദിവസം മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഏതായാലും കുടുംബം ഈ അർജുന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ കുഴൽമന്നം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ അധ്യാപിക നിരന്തരം കുട്ടികളെ പീഡിപ്പിക്കാറുണ്ട്, മാനസികമായി പീഡിപ്പിക്കാറുണ്ട് എന്നുള്ളത് ഈ കുടുംബം പറയുന്നു. പിന്നീട് ഇവിടേക്ക് എത്തിയപ്പോൾ വിദ്യാർത്ഥികളും സമാനമായ ആരോപണം ഈ അധ്യാപികയ്ക്കെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ ക്ലാസുകൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇവിടെ കൂട്ടമായി പ്രതിഷേധിക്കുന്ന കാഴ്ച കൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു പരാതി ഈ അധ്യാപികയ്ക്കെതിരെ ഉയർന്നു എന്നുള്ളതാണ് ഈ കുട്ടികളുടെ പ്രതിഷേധത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതേസമയം മാനേജ്മെന്റും പ്രധാന അധ്യാപികയും ഈ വിഷയത്തെ പൂർണ്ണമായും തള്ളുകയായിരുന്നു. അത്തരത്തിലൊരു പരാതിയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ അധ്യാപികയ്ക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാന അധ്യാപിക ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ കുട്ടികൾ കൂട്ടമായി വന്നു പറഞ്ഞു അവരുടെ മുന്നിൽ നിന്നും ഈ സൈബർ സെല്ലിനെ ഈ അധ്യാപിക വിളിച്ചു, അങ്ങനെ ഈ കുട്ടിയെ ഭയപ്പെടുത്തി എന്നുള്ളത്. അതുകൂടെ ഭയന്നു പോയ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ഈ കൂട്ടുകാരനായ ആളുടെ, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുടെ വാക്കുകൾ തന്നെ നടപടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തെളിവുകളുണ്ട്. കാരണം ആ ഭീഷണിയുടെ പുറത്ത് കുഞ്ഞു എന്ന് പറയുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു സഹപാഠിയോട്, അതുപോലെ തന്നെ ചെയ്തു കളയുന്നു എന്ന് പറയുമ്പോൾ അത് നടപടിയെടുക്കുക, അവരെ മാറ്റി നിർത്തി അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക, ആ രീതിയിൽ മാനേജ്മെന്റ് സഹകരിക്കേണ്ടതാണ്. അങ്ങനെയാണോ മാനേജ്മെന്റ് പോകുന്നത്? പോലീസ് ഇതിൽ ഏത് ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് അന്വേഷണത്തിൽ? ആ കുട്ടിയുടെ വാക്കിൽ തന്നെ ഗുരുതരമായ മറ്റൊരു ആരോപണമുണ്ട്. അതായത് ഈ അർജുന്റെ മരണത്തിന് ശേഷം മറ്റൊരു സഹപാഠിയോട് ഈ അധ്യാപിക പറഞ്ഞത് അമ്മാവൻ മർദ്ദിച്ചതിനെ തുടർന്നാണ് അർജുൻ മരിച്ചത് എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വഴി തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം കൂടി അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഈ കുട്ടി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അധ്യാപികയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതേസമയം പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് നിലവിലിപ്പോൾ യോഗം ചേർന്ന ശേഷം സ്കൂൾ മാനേജ്മെന്റ് പ്രധാന അധ്യാപികയായ ലിസിയെയും ഒപ്പം തന്നെ ആരോപണ വിധേയയായ അധ്യാപിക ആശയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണ വിധേയമാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണത്തിൽ മറ്റ് നടപടികൾ ഉണ്ടായ ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇവരെ സസ്പെൻഡ് ചെയ്തതോടുകൂടി വിദ്യാർത്ഥികൾ താൽക്കാലികമായി പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. പക്ഷേ
ഇവരെ സ്കൂളിൽ നിന്നും പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ സസ്പെൻഷൻ ഉത്തരവ് വന്നതിന് ശേഷവും രാജിവെച്ച് ഈ അധ്യാപികയെ പുറത്താക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കുട്ടികൾ ആവശ്യപ്പെട്ടത്. അവർ ഈ മുദ്രാവാക്യവുമായി വീണ്ടും ഇവിടെ ഒരു പ്രകടനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അധ്യാപികയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടികൾ.